തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ പുറപ്പെടാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ ഉച്ചയോടെയാണ് എത്തിച്ചേരുക. വൈകിട്ടോടെ സന്നിധാനത്തെത്തും. ദീപാരാധന ഉണ്ടാകും. നമുക്ക് ഈ ഘോഷയാത്രയ്ക്കൊപ്പം മനോജുണ്ട്. മനോജ് ഘോഷയാത്രയ്ക്ക് ഒപ്പം സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഘോഷയാത്ര പെരുന്നാട് ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെടും. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? മനോജ് ഇപ്പോൾ പെരുന്നാട് ക്ഷേത്രത്തിലാണോ ഉള്ളത്? മനോജ്, സ്വാമി ശരണം. സ്വാമി ശരണം. ഞാനിപ്പോൾ പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഇവിടെയാണ് ഈ തങ്കയങ്കി വഹിച്ചു കൊണ്ടുപോകാനുള്ള രഥം ഇപ്പോൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ വാഹനം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അതായത് ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ആ വാഹനത്തിലാണ് ഈ തങ്കയങ്കി, അയ്യപ്പന് ചാർത്തുവാനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ട് പോകുന്നത്. ഓരോ ദിവസവും വിവിധ ക്ഷേത്രങ്ങളിലേക്ക് സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ശാസ്താ ക്ഷേത്രത്തിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള തങ്കയങ്കി 7:30 പുറത്തേക്ക് കൊണ്ടുവരിക. തുടർന്ന് അരമണിക്കൂറോളം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും അതോടൊപ്പം തന്നെ പറ ഇടുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ക്രമീകരണങ്ങൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഒരുക്കുന്നുണ്ട്. എന്തായാലും 8 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുക. തുടർന്ന് ലാഹ സത്രം വഴി പ്ലാപ്പള്ളി വഴി നിലയ്ക്കലിലേക്ക് 11 മണിയോടുകൂടി എത്തിച്ചേരും. അവിടെ നിന്നും ഉച്ചയ്ക്കാണ് പമ്പയിലേക്ക് എത്തിച്ചേരുക. എന്തായാലും വിവിധ ഇടങ്ങളിലെ സ്വീകരണമുണ്ട്. അതിനൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ട്രോങ് റൂമിൽ നിന്നും തങ്കയങ്കി അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന് മുൻവശത്തായി വലിയ രീതിയിലൊരു പുഷ്പാലങ്കൃതമായ രീതിയിൽ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ഇത് തന്നെയാണ്. ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മുന്നോട്ട് പോകുമ്പോൾ വിവിധയിടങ്ങളിൽ സ്വീകരണം, നിരവധി ഭക്തജനങ്ങൾ അവിടേക്ക് എത്തുന്നു. എന്തായാലും ഇന്ന് ഈ തങ്കയങ്കി സന്നിധാനത്തെത്തും. ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡലപൂജ നടക്കുക. വളരെയധികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ്. ഈ തങ്കയങ്കി കൊണ്ടുവരുന്ന ഓരോ ക്ഷേത്രത്തിലും അന്ന് നിരവധി ഭക്തജനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഘോഷയാത്രയോടൊപ്പം നിരവധി പേരുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിയോടുകൂടി നിലയ്ക്കലെത്തും. അതിനുശേഷം നിലയ്ക്കൽ സ്വീകരണമുണ്ടാകും. അതോടൊപ്പം തന്നെ പമ്പയിൽ ഉച്ചയ്ക്ക് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഉണ്ടാകും. അതിനുശേഷമാണ് വൈകിട്ടോടുകൂടി സന്നിധാനത്തെത്തുക. വൈകിട്ടോടുകൂടി സന്നിധാനത്തെത്തുമ്പോൾ തങ്കയങ്കി അവിടെയുള്ള ദേവസ്വം പ്രതിനിധികൾ ചേർത്ത് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങിയ ശേഷമാണ് ദീപാരാധന നടക്കുക. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭക്തജനങ്ങളൊക്കെ തന്നെ അങ്ങനെ എത്തിയിട്ടുണ്ട് തങ്കയങ്കി കാണുവാൻ വേണ്ടി. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ ഇത് തന്നെയാണ് ഓരോ ഭാഗത്തേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ പറയെടുക്കുവാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്കായി. 8 മണിയോടുകൂടി തന്നെ ഇവിടെ കൃത്യമായും ഈ തങ്കയങ്കി വാഹനത്തിലേക്ക് കയറ്റിയ ശേഷം ഇവിടെ നിന്നും യാത്ര തിരിക്കും. എന്തായാലും ഇന്ന് സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുമ്പോൾ വലിയ വിപുലമായിട്ടുള്ള സ്വീകരണങ്ങൾ തന്നെയാണ് ഓരോ ഭാഗത്തും ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതായത് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ 70കളിലാണ് അയ്യപ്പന് തങ്കയങ്കി സമർപ്പിക്കുന്നത്. അതിനുശേഷം ഓരോ വർഷവും ഓരോ മണ്ഡലകാലത്തും അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള പൂജയുണ്ടാകും, ദീപാരാധനയുണ്ടാകും. അതുതന്നെയാണ് ഓരോ വർഷവും ഈ ഒരു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഈ തങ്കയങ്കി അവിടെ നിന്നും ഇങ്ങനെ ഘോഷയാത്രയായി കൊണ്ടുവരുന്ന ഓരോ മണ്ഡലകാലത്തും അതിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുതന്നെയാണ് ഇത്തവണയും 50-ലധികം വർഷങ്ങളായി ഇതിങ്ങനെ തുടരുകയാണ് എന്നുള്ളതാണ്. അന്നു മുതൽ തന്നെ ഈ വാഹനങ്ങൾ അതോടൊപ്പം ഈ രഥം അലങ്കരിച്ചുകൊണ്ട് ഭക്തജനങ്ങളൊക്കെ കൂടെ അതിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് ശബരിമലയിലേക്ക് ഈ വാഹനം, അതായത് ഈ രഥം പമ്പയിലേക്ക് എത്തി അവിടെ നിന്നും
ശബരിമലയിലേക്ക് കയറുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ഇന്ന് ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പൻ്റെ ദീപാരാധന കാണുവാൻ വേണ്ടി എത്തുന്നതും അതോടൊപ്പം മണ്ഡല പൂജയ്ക്കായൊക്കെ എത്തുന്നതും അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ശാസ്താ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് തങ്കയങ്കി ഇവിടേക്ക് എത്തിക്കുന്ന ഇതാണ്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിലും ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ സ്വീകരണം ഉണ്ടാകുമെന്നുള്ളതാണ്. ദേവസ്വം ഭാരവാഹികളും അതോടൊപ്പം മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഘോഷയാത്രയോടൊപ്പമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്താണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം ഭക്തിപൂർവമായി ഓരോ ഭക്തജനങ്ങളും തങ്കയങ്കി ദർശിക്കുവാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ കൺകുളിർക്കെ കാണുവാനായി എത്തിയിരിക്കുകയാണ്. ഈ സ്വാമി അയ്യപ്പന് ചാർത്തുന്ന തങ്കയങ്കിയാണ്. കാരണം മണ്ഡലകാലത്ത്, അതായത് ഓരോ മണ്ഡലകാലത്തും ഈ മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായാണ് ഈ ഒരു ഘോഷയാത്ര, അതായത് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാകുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ തരത്തിലൊരു സന്തോഷമായി തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും കാണുന്നത്. അത് തന്നെ നമുക്ക് ഓരോരുത്തരിലും കാണുവാൻ സാധിക്കും. അവരൊക്കെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ഇനി 8 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും പുറപ്പെടുക. അതിന് ശേഷം ഓരോ ഭാഗങ്ങളിലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലാഹസത്രം വഴി പ്ലാപ്പള്ളി വഴിയാണ് പോകുക. അവിടെയും സ്വീകരണങ്ങളൊക്കെ തന്നെ വിവിധ ഇടങ്ങളിലുണ്ടാകും. 22-ാം തീയതി മുതൽ ഇങ്ങോട്ട് ഘോഷയാത്ര ആരംഭിച്ചത് മുതൽ തന്നെ വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി. ഓരോ സ്ഥലത്തും ഉച്ചയ്ക്ക് വിശ്രമമുണ്ടാകും. അതിനുശേഷം രാത്രിയോടുകൂടി ഈ ക്ഷേത്രത്തിന് എത്തിയ ശേഷം അവിടെ സൂക്ഷിക്കും. അതിനുശേഷം രാവിലെ വീണ്ടും ഈ യാത്ര ആരംഭിക്കുമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ കാലാകാലങ്ങളായി സ്വാമി അയ്യപ്പന് ചാർത്തുവാനുള്ള ഈ തങ്കയങ്കി. അത് തിരുവിതാംകൂർ രാജവംശം സമർപ്പിച്ച ശേഷം ഇങ്ങനെ ഓരോ മണ്ഡലകാലത്തും ശബരിമലയിലേക്ക് എത്തുന്നത് വളരെയധികം ആഘോഷത്തോടു കൂടി തന്നെയാണ്, പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഓരോരുത്തരും അതിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ തങ്കയങ്കി ഇവിടെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം ഭക്തിതാന്ത്രമായി തന്നെ അങ്ങനെ ഈ ഒരു അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴും ഇത് തന്നെയാണ്. ഭക്തരൊപ്പം ശരണമന്ത്രങ്ങളോടുകൂടി തന്നെ ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടാകും. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരുക്കിയിട്ടുള്ള ഈ തങ്കയങ്കി വെക്കുവാനുള്ള സൗകര്യവും അതോടൊപ്പം തന്നെ തങ്കയങ്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വാഹനത്തിലേക്ക് കയറ്റും. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും പുഷ്പവൃഷ്ടിയോടുകൂടി, അതായത് പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് അതോടൊപ്പം നിലവിളക്ക് കൊളുത്തി വളരെയധികം നല്ല രീതിയിലൊരു അലങ്കാരമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. വലിയൊരു സ്വീകരണം ഇവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇനി ഓരോ ഭാഗങ്ങളിലും ഇത്തരത്തിൽ തന്നെ വലിയ തരത്തിലുള്ള സ്വീകരണങ്ങൾ ഉണ്ടാകും. പറയെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളൊക്കെ തന്നെ അതിനുവേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വരും നിമിഷങ്ങളിൽ നമുക്ക് ഈ വാഹനത്തിലേക്ക് കയറ്റുന്നത് കാണാൻ സാധിക്കും. ഈ രഥത്തിലേക്ക് കയറ്റുന്നത്, ഈ രഥം വഹിച്ചുകൊണ്ടുള്ള യാത്ര കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും ഇത് തന്നെയാണ്. ഈ യാത്ര ആരംഭിച്ചതിന് പിന്നാലെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് എത്തും. അവിടെ ഭക്തജനങ്ങൾ നിരവധിയായി എത്തും. സ്വാമി അയ്യപ്പന് ചാർത്തുവാനുള്ള തങ്കയങ്കി കാണുവാൻ ഒരുപാട് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പമ്പയിലേക്ക് എത്തുന്നതോടുകൂടി അവിടെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അതിനുശേഷം കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം തങ്കയങ്കി വഹിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ തിരക്കിൻ്റെ കാര്യം കണക്കിലെടുത്തൊക്കെ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. സമയത്തിനകം റാന്നി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ഇന്നത്തേത് പുറപ്പെടും. ഉച്ചയോടെ പമ്പയിലെത്തും. പമ്പയിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ശരംകുത്തിയിലെത്തുമ്പോഴേക്കും ദേവസ്വം ബോർഡ് സ്വീകരിക്കും. വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. കൃഷ്ണജി, പെരുന്നാട് ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. പെരുന്നാട് അയ്യപ്പ ക്ഷേത്രമാണ്. അവിടെ താമസിച്ചാണ് പന്തളം രാജാവ് ശബരിമല ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ് ചരിത്രം. അതാണ് അതുകൊണ്ട് പന്തളത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തുന്ന മറ്റൊരു ഏക അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് പെരുന്നാടാണ്. അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് അയ്യപ്പനെ
ഈ തങ്കയങ്കി അല്ലെങ്കിൽ തിരുവാഭരണം ചാർത്തി തൊഴാനുള്ള സൗകര്യം ഈ പെരുന്നാട് ക്ഷേത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് രേഖകളിൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വളരെയധികം ചരിത്രവും ഐതിഹ്യവും ഒക്കെയുള്ള ക്ഷേത്രമാണ് പെരുന്നാട് അയ്യപ്പ ക്ഷേത്രം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.